അപ്പോൾ ഇന്നത്തേതൊരു സർപ്രൈസിങ് വീഡിയോ ആണ്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 4 ഇയർ തികയാണ് ഈ മാസം, അതായത് ജനുവരി 22-ന്. അപ്പോൾ ഞാൻ സനിക്കാക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് ആ ദിവസം സനിക്കാക്ക നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ എങ്ങനെ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഡെലിവറി ബോയ് വരുന്ന സമയത്തിനെക്കാട്ടി മുന്നേ സനിക്കാക്ക വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു 5:30 ആവുമ്പോൾ എത്തുന്ന ആൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒന്നുമല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൂപ്പര് നേരത്തെ വന്നതാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പല സാധനങ്ങളും വാങ്ങി കൊടുക്കണ്ടല്ലോ. അപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമുള്ളൊരു സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം മൂപ്പരൊരു പെർഫ്യൂം ലവറാണ്. അപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ബോക്സ് ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതിനങ്ങോട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഡെലിവറി ബോയ് വരുന്ന ഞാൻ അവൻ്റെ സാധനം വാങ്ങി സനിക്കാക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 4 വർഷം തികയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കാണാം. ഓക്കെ. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിത് സനിക്കാക്ക് കൊടുക്കാം. സനിക്കാക്ക ഉറങ്ങുമ്പോൾ തന്നെയാണ് ഡെലിവറി ബോയ് നമുക്ക് സാധനം കൊണ്ട് വന്ന് തന്നത്. അപ്പോൾ നമുക്കിത് സനിക്കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ സനിക്കാക്കൻ്റെ റിയാക്ഷനും കാര്യങ്ങളും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. സനിക്കാക്ക ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ഇതെന്തിനാ അതൊക്കെ എനിക്ക് വാങ്ങി തന്നേന്ന് ചോദിക്കും. മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ബോക്സിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സോറി, ഇത് ഇങ്ങനെ കാണിച്ചാൽ തല തിരിഞ്ഞ പോലെ ഞാൻ ക്യാമറ കാട്ടിത്തരാം. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്നാലെങ്കിലും കത്തോ എന്ന് വിചാരിക്കണേ. സാധാരണ പെട്ടെന്ന് റൂമിലേക്ക് വരുന്ന ആളിന്ന് വരുന്നുമില്ല, അല്ലെങ്കിൽ നേരത്തെ കാലത്ത് പാഞ്ഞ് വരുന്നതാ. ഇന്നിപ്പോൾ ഒരു സർപ്രൈസൊക്കെ വെച്ചിട്ട് മൂപ്പരാർക്കോ ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. വിളിച്ച് വരുത്തിക്കാനും പറ്റില്ലല്ലോ, കണ്ടറിഞ്ഞിങ്ങോട്ട് വരണ്ടേ. കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നോക്കാം. ഹസ്ബൻഡ് ഫോൺ വിളി കഴിഞ്ഞിട്ടില്ല ഗൈസ്, നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മളെ കുട്ടി എണീച്ചു. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കണ്ടറിയാം. നിങ്ങളിത് ഓക്കൊരു ട്രൗസർ എടുത്താണ്. ഞാൻ ഇതൊക്കെ വ്ളോഗിലിടും കേട്ടോ, അറിഞ്ഞില്ലേല്. ഞാൻ വ്ളോഗ് എടുക്കണേ. എന്താ പ്രശ്നം? നിങ്ങള് കളിക്കുന്ന കളിയൊക്കെ ഞാൻ വീഡിയോയിലിട്ടു. അത് നമുക്കൊരു ട്രൗസർ എടുത്തോ, നമുക്ക് വീഡിയോ എടുക്കാം. ഇവനോട് ഞാനൊരു വോയിസ് ഇട്ടോട്ടെ, ഇപ്പൊ തരാം. ഒരു വോയിസ് ഇടണമെങ്കിൽ പ്രശ്നമുണ്ടോ? ഒന്ന് ട്രൗസർ എടുത്തേരി. ഇംഗ്ലീഷ് വായിക്കാറിയില്ല. മോനെ സനക്കാർക്ക് ഐഫോൺ കിട്ടി. ഐഫോണ് എന്റെ കാലിന് പൊട്ടുണ്ട്, അതിന് ഓൽമെന്റ് അത്രയും വലിയ മുട്ടായി തന്നെ. നല്ല റൊമാൻസ് ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മക്കളെ എല്ലാരും കൊണ്ടൊരു നല്ല റൊമാൻസ് ആയി. ഒരു രക്ഷ ഉണ്ടാവും. ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ നിറച്ചും കുട്ടികളോട് ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു.
നിങ്ങൾക്ക് മറ്റേ സ്പ്രേ ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഞാൻ തിരിച്ച് തരും മോളെ. തരണോ? അതാണ് നമ്മൾ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓ അതിന് വേണ്ടിയുള്ളത് അങ്ങനെ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം. നോക്കട്ടെ, ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ അതിനെ കണ്ടപ്പം ഉണ്ടാ UAE എന്നൊക്കെ ഉണ്ട് തുമ്മല്. ഞാൻ പൈസ കൊണ്ട് നോക്കിയില്ല, കിട്ടാത്ത വെറുതെ അല്ല കിച്ചണിൽ പോയിട്ട് സാധനം കട്ട് ചെയ്യണ്. അപ്പൊ ഞാൻ ചോദിക്കണത് അതാണ്. ഞാൻ എന്തോ ഒരു വെള്ള പെട്ടി കണ്ട്. ഞാൻ ആ ഉറക്കത്ത് എനിക്ക് മനസ്സിലായില്ല. ഇത് വെള്ള ഒരു പെട്ടി കണ്ടപ്പോ ഞാൻ ഇത്ര വലിയ പെട്ടി. അപ്പൊ ഇനിയിപ്പോ വലിയ 3-4 ഐറ്റംസ് ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങനെ മേടിക്കില്ല. ക്രീം മേടിക്കും, 3-4 ഐറ്റംസ് ക്രീം മേടിക്കില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇതില്ല പറഞ്ഞ ഏതോ ഇതിൻ്റെയാണെന്ന്. എന്താണ് കോഫി, അതൊക്കെ തന്നെ. ഞാൻ നോക്കി വൈകുന്നേരം നോക്കി നിങ്ങൾ നോക്കൂ നിക്കാരെ. അതുകൊണ്ടാണ് ഞാൻ ആനിവേഴ്സറി വരെ അത് വെക്കാൻ. നിങ്ങൾ എന്തായാലും എന്നോട് ചോദിക്കും ഈ വാങ്ങിയ ക്രീം എവിടെയെന്ന്. അപ്പൊ ഇത് ഞാൻ പൂത്തി വെച്ചോണ്ട് കാര്യമില്ല. മമ്മ തന്ന സർപ്രൈസ് കണ്ടില്ലേ? ഇജും കൂടി അറിഞ്ഞിട്ടാണോ ലേലൂസ? ഇജും കൂടി അറിഞ്ഞിട്ടാണോ? ലേലൂസ അറിയില്ല, ലേലൂസിന്റെ കാക്കന്മാരറിയാം. ലേലൂസിന്റെ പെട്ടിന്നാണ് കിട്ടിയത്. എത്ര നേരമായി ഞാൻ ഇത് നിങ്ങളൊന്ന് എടുക്കാൻ വേണ്ടിട്ട് കാത്തിക്കണേ. അതിന്റെ ഇടയിൽ ഓഫീസ് കോള്. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി വേറെ എവിടെ കൊണ്ടുപോയി വെച്ചാൽ. നിങ്ങൾ ഏറ്റവും കൂടുതൽ തുറന്നു കളിക്കുന്ന സംഭവം ആൾമാരെ അവിടെ ആണല്ലോ ഫുൾ ടൈം ഉണ്ടാവില്ലേ. അതുകൊണ്ടല്ല, ഇത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ബാത്റൂമ് കൊണ്ടുവച്ചു. ഇത് പിന്നെ ഇനി നാട്ടാർക്ക് മൊത്തം കിട്ടുട്ടോ പ്ലീസ്. ഇത് വ്ളോഗ് ഇടാവോ? ഞാൻ ഇന്നെ കൊണ്ട് കഴിയണ മാതിരി വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും എനിക്ക് വാങ്ങാൻ പറ്റില്ല. അന്നത്തെ സർപ്രൈസ് പോലെ എനിക്ക് പറ്റില്ല. ഗൾഫിലേക്ക് അയച്ച പോലെ. നമ്മള് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത സാധാരണ ഹൗസ് വൈഫ് അല്ലേ. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിയുള്ളൂ. 4 കൊല്ലായി ഇന്നെ കൊണ്ടെടുക്കണേ. 4 കൊല്ലം എന്നെ സഹിച്ചില്ലേ. ഞാൻ നിങ്ങളീ സഹിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന മാത്രല്ലല്ലോ സഹിക്കണേ. കാത്തുനിന്ന് അവസാനം അതങ്ങ് കൊടുത്ത് വൈകുന്നേരം ഞാൻ ഇതും താങ്ങി പിടിച്ച് നിക്കണേ. അവസാനം നമ്മള് ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു. നിങ്ങൾ കരയുന്നുണ്ടോ? കണ്ണീര് വരുന്നുണ്ടോ? ചെറിയ ഗിഫ്റ്റ് ആയോണ്ടോ? ഇതില് വലിയ ഗിഫ്റ്റ് അതാ മുട്ടുകുത്തി ഇരിക്കണോ? ഇതില് വലിയ ഗിഫ്റ്റ് കൊടുത്തപ്പോ തനക്കാക്ക് ആകെ തടുത്തു പോയി. ഞാൻ കുവൈത്ത് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ. ഇതും കൂട്ടി മൂന്നാമത്തെ. അത് സർപ്രൈസ് അല്ല, ഇത് സർപ്രൈസ് ആയിപ്പോയി. ആദ്യ സർപ്രൈസ് കുവൈത്തിൽ വെച്ചിട്ട് അല്ലേ? കുവൈത്തിൽ വെച്ചിട്ടുള്ള സർപ്രൈസ്. ഇനി എന്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടോന്ന ചെങ്ങായി എന്തോ പറയാനുള്ളത് അതെ, ഒന്നും പറയാൻ പെട്ടെന്ന് തോന്നില്ല. കാരണം അങ്ങനെ ആരും ഇതുവരെയായിട്ട് സർപ്രൈസ് ആരും തന്നിട്ടില്ല. അതായിരിക്കും. അപ്പൊ ഇതിപ്പോ രണ്ടാമത്തതാണ്. പക്ഷെ ഇതിന് നമ്മള് തിരിച്ച് വീട്ടണം. തിരിച്ച് വലുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് പ്രശ്നം. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ നോക്കട്ടെ, എന്തെങ്കിലും ഒന്ന് ഇതാക്കണം. അപ്പൊ അതിനുള്ള ഒരു വീഡിയോ നമുക്ക് സെറ്റ് ആക്കണം അല്ലേ മോളെ? നമുക്ക് അമ്മനെ സർപ്രൈസ് കൊടുക്കണം അല്ലേ? ഓ നല്ല ഇതിലല്ല. അപ്പൊ നമ്മളെ നിക്കാഹിന്റെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിന്റെ സർപ്രൈസ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ അടുത്ത കൊല്ലം സനക്കാക്ക് ഇതില് വലിയൊരു ഗിഫ്റ്റ് തരും. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഞാൻ എടുക്കും. അപ്പൊ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഗൈസ്. ബൈ.